കേരളത്തിന് തൊട്ടടുത്ത് അമേരിക്കയ്ക്ക് ഒരു മിലിറ്ററി ബേസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ ആ മിലിറ്ററി ബേസ് തൊട്ടപ്പുറത്ത് നിന്ന് ഇറാൻ 4000 കിലോമീറ്റർ അകലെ നിന്ന് ഒരു ബലസ്റ്റിക് മിസൈൽ വെച്ച് അറ്റാക്ക് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് അറിയത്തില്ലായിരുന്നില്ല ഈ കാര്യമൊന്നും. സോ വീഡിയോയിലേക്ക് കിടക്കാം. ഐ ആം ജോസ് പ്രകാശ്, ദിസ് ഈസ് ജെ പീസ് വേൾഡ്. അതായത് ജോസ് പ്രകാശിൻ്റെ ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നാൽ വീഡിയോ എന്താണെന്ന് അറിയണ്ടേ? അതായത് കേരളത്തിന് തൊട്ടടുത്ത് ഇന്ത്യൻ ഓഷനിൽ ഈ പറഞ്ഞ പോലെ ഒരു ദ്വീപുണ്ട്. ദ്വീപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാഗോസ് ആർക്കിപ്പലാഗോ എന്ന് പറഞ്ഞ ചെറിയ ചെറിയ ദ്വീപുകളുണ്ട്. അതിൽ ഒരു ദ്വീപാണ് ഈ പറഞ്ഞ പോലെ ഡീഗോ ഗാർസിയ എന്ന് പറയുന്നത്. ഈ പറഞ്ഞ ഡീഗോ ഗാർസിയ എന്ന് പറയുന്ന ദ്വീപ് അമേരിക്കയുടെയും ഈ പറഞ്ഞ പോലെ UK-യുടെയും ഒരു മിലിറ്ററി ബേസാണ്. അത് ഒരു ഓവർസീസാണ്, അതായത് കടനാൽ ചുറ്റപ്പെട്ട ഒരു ദ്വീപ്. അപ്പം ഇത് എത്രത്തോളം ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നിന്ന് ചൈനേനെ വാച്ച് ചെയ്യാം, അതുപോലെ തന്നെ ഓസ്ട്രേലിയനെ വാച്ച് ചെയ്യാം, ഇന്ത്യനെ വാച്ച് ചെയ്യാം, അതായത് ഏഷ്യൻ കൺട്രീസിനെ വാച്ച് ചെയ്യാം, ആഫ്രിക്കനെ വാച്ച് ചെയ്യാം. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മിലിറ്ററി ബേസ് ആയിരുന്നു ഈ പറഞ്ഞ പോലെ ഡീഗോ ഗാർസിയ. അപ്പം ഈ ഡീഗോ ഗാർസിയ ഇന്ന് തൊട്ടു മുമ്പ് ഇറാൻ അറ്റാക്ക് ചെയ്തു. എത്ര കിലോമീറ്റർ അപ്പുറത്തു നിന്നാണ് അറിയണ്ടേ? 4000 കിലോമീറ്റർ അകലെ നിന്ന് ഒരു ബലസ്റ്റിക് മിസൈൽ വെച്ചിട്ടാണ് ഇറാൻ അറ്റാക്ക് ചെയ്തത്. ഇന്ത്യയിൽ നിന്ന് 1700 കിലോമീറ്ററേ ഉള്ളൂ ഈ പറഞ്ഞ പോലെ ഡീഗോ ഗാർസിയയിലേക്ക്, അതായത് ഈ മിലിറ്ററി ബേസിലേക്ക്. ഈ പറഞ്ഞ ബേസിലാണ് അറ്റാക്ക് ചെയ്തത്? ഇറാൻ അറ്റാക്ക് ചെയ്തത്. അപ്പം എത്രത്തോളം ഒരു പ്രശ്നമുണ്ടാക്കുമെന്ന് നിങ്ങൾ ആദ്യം തന്നെ ചിന്തിച്ചോണം. ഇത് ഓൾറെഡി UK-യും ഈ പറഞ്ഞ വാറിലേക്ക് നയിക്കുകയാണ്. അപ്പം അതിനെ അവർ തടുത്തു നിർത്തുകയും ഈ പറഞ്ഞ പോലെ വലിയ പ്രശ്നങ്ങളോ കാഷ്വാലിറ്റികളോ ഉണ്ടായിട്ടില്ല. എന്നാൽ പോലും അമേരിക്കയ്ക്ക് വലിയൊരു നാണക്കേടാണ്. എത്രത്തോളം നാണക്കേടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞുതരാം. അതായത് ട്രംപ് ഇതിന് തൊട്ട് മുമ്പ് പറഞ്ഞുള്ളൂ, He said the war was militarily won in Iran. What did you mean by that? Oh, I think we've won. We've knocked out their Navy, their Air Force. We've knocked out their anti-aircraft. We've knocked out everything. We're roaming free. ഞങ്ങൾ ഇറാനെ കയറി അടിച്ചു, ഞങ്ങൾ ഈ യുദ്ധത്തിൽ വിജയിച്ചു. അപ്പം അവർക്കിനി ഒന്നും ചെയ്യാനില്ല. അതായത് എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒക്ടപ്പസിൻ്റെ ടെൻഡക്കിൾസ് കട്ട് ചെയ്ത് കളഞ്ഞെന്നാണ് അവർ പറയുന്നത്. ഇറാൻ ഒരു ഒക്ടപ്പസ് ആയിരുന്നു. അവരുടെ കൈയും കാലുകളെല്ലാം മുറിച്ച് കളഞ്ഞു. അതായത് അവരുടെ മിലിറ്ററി ബേസ് നശിപ്പിച്ചു, അവരുടെ ഷിപ്പ് നശിപ്പിച്ചു, ഫൈറ്റർ എയർക്രാഫ്റ്റ് ഇല്ല, മിസൈൽസ് ഇല്ല, അവർക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞ് നാക്കെടുത്ത് പുറത്തിട്ടില്ല. അതിന് മുമ്പ് തന്നെ അണ്ണാക്കിലേക്ക് ഒരു വലിയ റോക്കറ്റാണ് വിട്ടത്. അപ്പോൾ നമുക്ക് ഈ യുദ്ധത്തിൽ ഇറാനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ ഇറാൻ അതുപോലെയാണ് അറ്റാക്ക് ചെയ്യുന്നത്. അപ്പം അവിടെ മാത്രമാണ് അറ്റാക്ക് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് നമ്മുടെ ഇറാഖിൽ ഇന്ന് അമേരിക്കയുടെ മിലിറ്ററി ബേസ് അറ്റാക്ക് ചെയ്തു. അപ്പം അമേരിക്കയ്ക്ക് എങ്ങനെയെങ്കിലും ഈ പറഞ്ഞ യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെടണം. അപ്പോൾ അമേരിക്ക പറഞ്ഞൊരു വാക്കുണ്ട്, ഇതിപ്പം ചൈനയുടെയും ജപ്പാൻ്റെയും യുദ്ധമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാണ് ഈ പറഞ്ഞ പോലെ ഇതിൽ കൂടി ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ കൊണ്ടുവന്നത്. അപ്പോൾ അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജപ്പാനോട് പറഞ്ഞു നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് ഇതിലെ ക്രൂഡ് ഓയിൽ കൊണ്ടുപോയിക്കൊള്ളുക. അങ്ങനെ ഇന്ന് ജപ്പാൻ ഈ പറഞ്ഞ പോലെ സ്ട്രേറ്റ് ഓഫ് ഹോർമസ് വഴി ക്രൂഡ് ഓയിൽ കൊണ്ടുപോയി. അത് മാത്രമല്ല, ഇന്ന് അമേരിക്ക ഇറാന് മേലെ ഉണ്ടായിരുന്ന ഓയിൽ സാങ്ഷൻസ് 1 മാസത്തേക്കാണ് എടുത്ത് മാറ്റിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ? അമേരിക്ക തോറ്റുകൊണ്ടിരിക്കുകയാണ് ഈ യുദ്ധത്തിൽ. അപ്പം 1 മാസം ഈ പറഞ്ഞ പോലെ ഓയിൽ സാങ്ഷൻ എടുത്ത് മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യക്ക് ലാഭം എത്രയാണെന്ന് അറിയണ്ടേ? 140 മില്യൺ ബാരൽ ക്രൂഡ് ഓയിലാണ് ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില കുറയും. അപ്പോൾ നമ്മൾ രക്ഷപ്പെട്ടില്ലേ? അപ്പം ഇങ്ങനെ ഒരു യുദ്ധം കൊണ്ട് ഇന്ത്യക്ക് നല്ല രീതിയിൽ ഗുണങ്ങളുണ്ട്. അപ്പോൾ ഇത് മാത്രമല്ല ന്യൂസ്, തൊട്ടപ്പുറത്ത് ഇങ്ങനെ, അതായത് ഈ ടെൻഷൻ കുറഞ്ഞുകൊണ്ടിരുന്നാലും തൊട്ടപ്പുറത്ത് വേറൊരു യുദ്ധം അതിനേക്കാളും പീക്കിലെത്തി നിൽക്കുകയാണ്. ഇന്നലെ നമ്മുടെ റഷ്യ-ഉക്രൈൻ യുദ്ധത്തിൽ ഉക്രൈൻ്റെ 1600 മുകളിൽ സോൾജേഴ്സാണ് മരിച്ചു വീണത്. കൗണ്ട് നിങ്ങൾ നോക്കണം. 24 മണിക്കൂർ കൊണ്ട് 1600 മുകളിൽ സോൾജേഴ്സ് മരിച്ചുപോയി. അപ്പം എത്രത്തോളം ഭീതികരമാണ് അവിടുത്തെ യുദ്ധം എന്ന് ആലോചിച്ചോണം. അതുമാത്രമല്ല, ഉക്രൈൻ അതിന് പകരം ഒരു 10-300 ഡ്രോൺസ് അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. എവിടെയൊക്കെ പോയി വീഴുമെന്ന് ദൈവം തമ്പുരാൻ അറിയാം. എന്തായാലും അവിടെയും ഒരു പ്രശ്നം നിലനിന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കാനഡയുടെ കയ്യിൽ നിന്ന് ഇന്നൊരു അടിപൊളി ഒരു ന്യൂസ് വന്നായിരുന്നു. നമ്മൾ കാലിസ്ഥാനിക് നേതാവിനെ കൊന്നു കളഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ ഷാഡോ ലീഡർ വന്ന് കൊന്നു എന്ന് പറഞ്ഞുകൊണ്ട് ന്യൂസ് ഉണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് ജസ്റ്റിൻ ട്രൂഡോ അവിടെ ഭയങ്കരമായിട്ട് ക്യാമ്പയിനൊക്കെ നടത്തിയത്. അപ്പോൾ ഇന്നൊരു റിപ്പോർട്ട് വന്നു, ഈ പറഞ്ഞ പോലെ ഇന്ത്യ നിരപരാധിയാണ്, ഇന്ത്യ അത് ചെയ്തിട്ടില്ലെന്ന്. സോ പ്രൗഡ് ടു ബി പിന്നെയും ഇന്ത്യ എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ അടിപൊളി ഒരു ന്യൂസാണ് അവിടുന്ന് വന്നത്. എന്നിരുന്നാൽ പോലും ഒരു കോമഡി ആയിട്ട് ഇതിനിടയ്ക്ക് ഒരു ന്യൂസ് വന്നു. വേറെ എവിടുന്നുമല്ല, നമ്മുടെ നോർത്ത് കൊറിയയിൽ നിന്നാണ്.
ഇപ്പം നോർത്ത് കൊറിയയിൽ ഈ പറഞ്ഞ പോലെ എലക്ഷൻ നടന്നു. അവിടെ 99.3% വിജയത്തോടു കൂടി, അതായത് 99.3% വോട്ടും ആർക്കാണ് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വേറെ ആർക്കും അല്ല, നമ്മുടെ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, പറഞ്ഞ പോലെ കിങ് ജോങ് ഉന്നിനാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ബാക്കി 0.7% ഇതിലേ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം തമ്പുരാൻ അറിയാം ഈ പറഞ്ഞ പോലെ അവർക്കൊക്കെ എന്ത് പറ്റുമെന്ന്. ഇനി കിങ് ജോങ് ഉന്ന് തീരുമാനിക്കുമായിരിക്കും, ചിലപ്പോൾ വല്ല അമ്മച്ചിമാരൊക്കെ ആയിരിക്കാം. സോ അങ്ങനെ ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി അതിൽ നടപ്പുണ്ട്. അപ്പോൾ പുള്ളി ഈ പറഞ്ഞ പോലെ യുദ്ധത്തിൽ പങ്കെടുക്കാത്തതിൽ പുള്ളിക്ക് വിഷമമുണ്ട്. നിങ്ങൾ കുറേ ട്രോൾസ് മീംസൊക്കെ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന വലിയ വലിയ പ്രശ്നങ്ങളും കോമഡി ആയിട്ടുള്ള ന്യൂസുകളും എല്ലാം തന്നെ. അപ്പോൾ ഇനി ഇതിനേക്കാളും അടിപൊളിയായിട്ടൊരു ന്യൂസിൽ കാണാം. ഐ ആം ജോസ് പ്രകാശ്. ഇനി അടുത്ത വീഡിയോ.